എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അതായത് സേ പരീക്ഷയുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് DHSC kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്തായിട്ട് ഈ ഒരു സേ 1 റീവാലുവേഷൻ റിസൾട്ട് സേ 2024 എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു PDF പറഞ്ഞിട്ടുള്ളത് അതായത് 2024 ജൂണിൽ നടന്നിട്ടുള്ള സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയുടെ ഫലം ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു. പുനർമൂല്യനിർണ്ണയത്തിൽ 10% അതിൽ കൂടുതലോ മാർക്ക് വർധനവ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ PD അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുകയിൽ നിന്നും ആ ഒരു പൈസ റീഫണ്ടായിട്ട് നൽകുകയും ബാക്കി തുക ആ ഒരു ട്രഷറി അക്കൗണ്ടിലേക്ക് അടക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയ ഫീസ് തിരികെ നൽകുന്നതിനായിട്ട് ഈ ട്രഷറി മുഖാന്തരം റീഫണ്ട് റിക്വസ്റ്റ് സമർപ്പിച്ച ശേഷം ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ മുഖേന അപേക്ഷയും മറ്റു വിവരങ്ങളും ഈ ഒരു ഓഫീസിലേക്ക് ലഭ്യമാക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റീവാലുവേഷന് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെയും മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നോ ചേഞ്ച് ആണെങ്കിൽ മാർക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. റീവാലുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഏതൊക്കെ മാർക്കുകളാണ് ചേഞ്ച് ചെയ്തത്, അത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ആ ഒരു റീവാലുവേഷൻ അപ്ലൈ ചെയ്ത വിഷയങ്ങൾ ഏതൊക്കെ മാർക്കുകളാണ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 59 പേജ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് 10% മാർക്ക് കൂടിയുള്ളത്, റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ളതാണ്. അതിനായിട്ട് രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഏത് വിഷയത്തിനാണ് നിങ്ങൾ റീവാലുവേഷൻ കൊടുത്ത് ഈ ഒരു 10% മാർക്ക് കൂടിയിട്ടുള്ളത്, ആ ഒരു വിഷയത്തിൻ്റെ പൈസ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് ഒരു 20 മാർക്കാണെങ്കിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 60ൻ്റെ 10% ആയിട്ടുള്ള 6 മാർക്ക് കൂടി 26 മാർക്കായിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 20 മാർക്കാണ് ഉള്ളത്. എന്നാൽ റീവാലുവേഷന് ശേഷം 80 മാർക്കിൻ്റെ 10% ആയിട്ടുള്ള 8 മാർക്ക് കൂടി, അതായത് 8 മാർക്കോ അതിൽ കൂടുതലോ കൂടി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 28 മാർക്ക് ഓളം കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3 പേജ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത് എന്നുള്ളത് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു രണ്ടാമത്തെ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തേതാണ് റീവാലുവേഷൻ റിസൾട്ടിൻ്റെ വിത്ത് മാർക്കാണ്. അതായത് റീവാലുവേഷൻ അപേക്ഷിച്ച് മാർക്ക് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആർക്കൊക്കെ എത്ര മാർക്കാണ് കൂടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് എത്രയാണ്, റീവാലുവേഷന് മുമ്പുള്ള മാർക്ക് എത്രയാണ്, റീവാലുവേഷന് ശേഷം എത്ര മാർക്കാണ് കിട്ടിയുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുള്ള മാർക്ക് എത്രയാണ്, റീവാലുവേഷന് ശേഷം എത്ര മാർക്കാണ് കൂടിയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് 10% മാർക്ക് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മാർക്ക് എടുക്കാം, അതായത് ഈ ഒരു 60ൽ 15 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷൻ മുമ്പുണ്ടായിരുന്നത് അക്കൗണ്ടൻസിക്ക്. ഈ റീവാലുവേഷന് ശേഷം 17 കൂടിയത്. എന്നാൽ 10% കൂടിയില്ല. 10% എന്ന് പറയുമ്പോൾ ഈ ഒരു 15 മാർക്കിനോടൊപ്പം റീവാലുവേഷന് ശേഷം ഈ ഒരു 60ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 6 മാർക്കാണ്. 15ഉം 6ഉം 21 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു റീവാലുവേഷന് ശേഷം ആ ഒരു റീഫണ്ട് കിട്ടുക. ഇനി 80 മാർക്കിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇവിടെ റീവാലുവേഷന് മുമ്പ് 10 മാർക്കാണ് ഉണ്ടായിരുന്നത്. റീവാലുവേഷന് ശേഷം ഇവിടെ 11 മാർക്കാണുള്ളത്. അതായത് ഈ ഒരു 80ൻ്റെ 10% എന്ന് പറയുന്നത് 8 മാർക്കാണ്. അപ്പോൾ 10 മട്ടും 18 കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാമായിരുന്നു. അതുപോലെ തന്നെ റീഫണ്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു റീവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതാണ് റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ്. ഇത് നിങ്ങളുടെ മാർക്ക് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു റിസൾട്ടാണ്. ഇത് നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനുള്ള ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് അറിയുക. അപ്പോൾ
വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.